ഈ നാടിന്റെ ചരിത്രം മാറ്റാൻ ശേഷിയുള്ള പ്രദേശമാണ് വിഴിഞ്ഞമെന്ന് പണ്ടേ പറഞ്ഞവർക്കുള്ള സമ്മാനം കൂടിയാണ് ഈ നിർവഹണ ഘട്ടം. വിഴിഞ്ഞത്ത് ഒരു സെക്ഷൻ തുടങ്ങുന്നതിനെ പറ്റി ആലോചിച്ച് എന്നെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അവിടുത്തെ ലൊക്കേഷൻ കാര്യങ്ങൾ അറിയാനായിട്ട്. വിഴിഞ്ഞത്ത് ഞാൻ വരുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഡിവോൺ ഹൈനസ് എല്ലാം കൂടെ ആലോചിച്ച് നമുക്ക് ഇവിടുത്തെ ഹിൽ പ്രോഡ്യൂസൊക്കെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പം കൊച്ചിയിലാണ് കൊണ്ടുപോകുന്നത്. അതിന് പകരം നമുക്ക് തിരുവനന്തപുരത്ത് ഇവിടെ തന്നെ ഒരു ഹാർബർ ഉണ്ടാക്കി സൗകര്യം ഉണ്ടാകുമെന്ന് ആലോചിച്ച് ഹിസ്റ്റോറിക്കായിട്ട് സംഗതികളൊക്കെ നോക്കിയിട്ടാണ് വിഴിഞ്ഞൊന്ന് കണ്ടുപിടിച്ച് വിഴിഞ്ഞത് പണ്ടേ കണ്ട് പോർട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിഞ്ഞു. അങ്ങനെ ഇംഗ്ലണ്ടിൽ കോണ്ടാക്ട് ചെയ്ത് കമ്പനിക്കാരെ കോണ്ടാക്ട് ചെയ്ത് അവിടെ നിന്ന് ഒരു കമ്പനിക്കാരെ അവരൊരു എക്സ്പെർട്ടിനെ അയക്കാം എന്ന് പറഞ്ഞു. ഒരു പ്രിലിമിനറി റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് എക്സ്പെർട്ടിനെ സഹായിക്കാനായിട്ട് ഞാനും ഒരു നല്ലൊരു ഓഫീസർ ഉണ്ടായിരുന്നു. രണ്ടുപേരും അതിനുവേണ്ടി പോയി. ഇംഗ്ലീഷുകാർക്ക് മുൻപേ നമ്മുടെ പൂർവികർ തിരിച്ചറിഞ്ഞതാണ് വിഴിഞ്ഞത്തെ. അതിന് തെളിവുകളുമുണ്ട്. രാജാക്കന്മാർ അയക്കുടി എന്ന് പറയുന്ന വിഴിഞ്ഞത്തിനടുത്തുള്ള ഒരു മലമുകളിൽ ആസ്ഥാനം ഉറപ്പിച്ചിരുന്ന രാജാക്കന്മാരാണ് ഈ വിഴിഞ്ഞത്തെ വികസിപ്പിച്ചെടുത്തത് എന്ന് പറയുന്നു. ഏഴിമല രാജാക്കന്മാരെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് തെക്കൻ കേരളത്തിലെ വിഴിഞ്ഞം ആസ്ഥാനമാക്കിയുള്ള രാജാക്കന്മാരുടേത്. ദക്ഷിണേന്ത്യയിൽ ഭരിച്ചിരുന്ന പാണ്ഡ്യന്മാർ അവർക്ക് പടിഞ്ഞാറൻ ദേശവുമായിട്ടുള്ള കച്ചവടത്തിന് ഏറ്റവും സൗകര്യപ്രദമായ തുറമുഖം വിഴിഞ്ഞമായിരുന്നതുകൊണ്ട് അവരും കുറെ കാലം ഇത് കൈയടക്കി വെച്ചിരുന്നു. പാണ്ഡ്യന്മാർക്ക് ശേഷം ചോളന്മാർ ഈ പറഞ്ഞ ദക്ഷിണേന്ത്യയുടെ മൊത്തം താവളം അധികാരം ഉറപ്പിച്ചപ്പോൾ അവർക്ക് പ്രധാനപ്പെട്ടത് വിഴിഞ്ഞം തുറമുഖം തന്നെയായിരുന്നു. അതുകൊണ്ട് ചരിത്രത്തിന്റെ ഒരു പുനഃസൃഷ്ടിയാണ് വിഴിഞ്ഞത്തെ ഇപ്പോഴത്തെ തുറമുഖം എന്ന് നമുക്ക് നിസ്സംശയം പറയാം. നമ്മളിപ്പോൾ രാജ്യത്തെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ തുറമുഖമായി അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുന്നത്. $767 കോടി രൂപയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിനുള്ള മുതൽ മുടക്ക്. ഇതിൽ 5595 കോടി രൂപ സംസ്ഥാന സർക്കാരും 818 കോടി രൂപ കേന്ദ്ര സർക്കാരും നൽകുന്നു. കൂട്ടായ വിദ്യാശക്തിയും ദൃഢനിശ്ചയവും നമുക്കിത് യാഥാർത്ഥ്യമായേ തീരൂ എന്ന നിശ്ചയദാർഢ്യവും അതെല്ലാമാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് ഇടയാക്കിയത്. നമ്മുടെ രാജ്യത്തിനാകെ അഭിമാനിക്കാൻ കഴിയുന്ന നിമിഷം. അതിനകത്തും പുറത്തും നിന്ന് നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യതയും സമയബന്ധിതയും ഉറപ്പാക്കി. ഒടുവിൽ അദാനി ഗ്രൂപ്പ് സമയബന്ധിതമായി തന്നെ തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കി. 2023 ഒക്ടോബർ 15 ചൈനയിലെ ഷാങ്ഹായിൽ നിന്നുള്ള ആദ്യ കപ്പൽ ഷെൻഹുവ 15 കേരളം ഉത്സവഛായയോടെ വരവേറ്റത്. ആദ്യമായി തുറമുഖത്ത് കപ്പലെടുത്ത സന്തോഷത്തിൽ നാട് മുഴുവൻ ഒത്തുചേർന്നു. പോർട്ടുകളുടെ പോർട്ട് എന്ന് പറയാവുന്ന വിധത്തിൽ മദർ പോർട്ട് എന്ന് വിശേഷിപ്പിക്കാനാവും വിധം സുസജ്ജമായ തുറമുഖമായി ഇത് മാറുകയാണ്. നമ്മുടെ രാജ്യത്ത് മുഖ്യ കടൽപ്പാതയോട് ഇത്രയും അടുത്ത് നിൽക്കുന്ന മറ്റൊരു തുറമുഖമില്ല എന്നതാണ് വസ്തുത. ആദ്യഘട്ടം പൂർത്തിയാകുന്നതോടെ പ്രതിവർഷം 10 ലക്ഷം 20 ഫൂട്ട് ഇക്വലന്റ് യൂണിറ്റ് കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തുറമുഖമായാണ് ഇത് മാറുന്നത്. വിഴിഞ്ഞത്തേക്ക് ആവശ്യമായ ട്രെയിനുകളായിരുന്നു ഷെൻഹുവ എത്തിച്ചതെങ്കിൽ ഇപ്പോൾ ചൈനയിലെ സിയാനൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട സാൻ ഫെർണാണ്ടോ എന്ന പടുകൂറ്റൻ ചരക്ക് കപ്പൽ കണ്ടെയ്നറുകളുമായാണ് വിഴിഞ്ഞം തീരത്തടുത്തത്. ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ട്രയൽ റണ്ണാണ്. 2 മുതൽ 3 മാസം വരെ തുടരുന്ന ഈ ട്രയൽ ഓപ്പറേഷൻ കാലത്ത് തുറമുഖം വലിയ കപ്പലുകളുടെ പ്രവേശനത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഏകദേശം 400 മീറ്റർ നീളമുള്ള വലിയ കണ്ടെയ്നർ കപ്പൽ വരെ
ഈ തീരത്തേക്ക് എത്തുന്നതോടെ വിഴിഞ്ഞമെന്ന അന്താരാഷ്ട്ര തുറമുഖം പൂർണ്ണതോതിൽ കമ്മീഷൻ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾക്കും തുടക്കമാകും. നൂതനമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന നമ്മുടെ യന്ത്രങ്ങൾ എല്ലാം തന്നെ മേന്മയാർന്ന രീതിയിലുള്ള പ്രവർത്തനം കുറ്റമറ്റ രീതിയിൽ കാഴ്ചവെക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ 1.5-2 മാസക്കാലം നമ്മുടെ ഈ യന്ത്രങ്ങളുടെ എല്ലാം ഒരു പരീക്ഷണാർത്ഥം നമ്മൾ ട്രയൽ അടിസ്ഥാനത്തിൽ നിന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. സജ്ജീകരണങ്ങളുടെ കാര്യത്തിലും മികവുറ്റതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഈ സെമി ഓട്ടോമേറ്റഡ് തുറമുഖം. ആയിരക്കണക്കിന് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യം, അത്യാധുനിക ഉപകരണങ്ങൾ, ഓട്ടോമേഷൻ സംവിധാനം, മികവുറ്റ IT സംവിധാനങ്ങൾ, ഇങ്ങനെ സൗകര്യങ്ങളും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും കൊണ്ട് വിഴിഞ്ഞത്തിന്റെ സ്ഥാനം ഇന്ത്യയിൽ ഒന്നാമതാണ്. ആദ്യമായിട്ടാണ് കണ്ടെയ്നർ യാർഡ് ക്രെയിനുകൾ മനുഷ്യ കൈകാര്യം ചെയ്യേണ്ട ഒരു കർമ്മങ്ങളുമില്ലാതെ 100% ഓട്ടോമാറ്റിക് ആയിട്ട് കണ്ടെയ്നറുകളെ കൈകാര്യം ചെയ്യുക, അവയെ ഉയർത്തുക, അവയെ നീക്കി യാർഡിലെ നിശ്ചിത സ്ഥാനത്ത് കൊണ്ടുവയ്ക്കുക തുടങ്ങിയ നടപടികൾ യാർഡ് ട്രെയിനുകൾ 100% ഓട്ടോമാറ്റിക് ആയിട്ട് കൈകാര്യം ചെയ്യുന്നു. അവർക്ക് ഇന്ത്യയിൽ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. ചരക്ക് ഗതാഗതം നടത്തുന്നവയിൽ 60% വലിയ മദർഷിപ്പുകളായതിനാൽ ബർത്തിലെത്താൻ മിക്ക ബഹുരാഷ്ട്ര കമ്പനികളും ആഴം കൂടിയ തുറമുഖങ്ങളെ ആശ്രയിക്കുന്നു എന്നതാണ് ഈ തുറമുഖത്തിന്റെ വലിയ സാധ്യത. 20-24 മീറ്റർ ആഴം, സ്വാഭാവിക ആഴം. നമ്മുടെ എല്ലാ തുറമുഖങ്ങളിലും ക്യാപിറ്റൽ ഡ്രഡ്ജിംഗ് ഉണ്ട്, മെയിൻ്റനൻസ് ഡ്രഡ്ജിംഗ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു തുറമുഖം തുടങ്ങുമ്പോൾ ആവശ്യമായിട്ടുള്ള ആഴം ഒറ്റത്തവണ ചെയ്യുക, ഇതിനാണ് ക്യാപിറ്റൽ ഡ്രഡ്ജിംഗ് എന്ന് പറയുന്നത്. പിന്നെ വർഷാവർഷം ആ ആഴം നിലനിർത്താൻ വേണ്ടി മെയിൻ്റനൻസ് ഡ്രഡ്ജിംഗ് എന്ന് പറയും. ഇത് ഇപ്പൊ കൊച്ചിയുടെ കണക്കെടുത്താൽ കൊച്ചിയിൽ ഏകദേശം 100 കോടി രൂപയോളം വേണം ഒരു വർഷം ഡ്രഡ്ജിങ്ങിന് മാത്രം. എന്നാൽ പോലും അവർക്ക് ആവശ്യമുള്ള ആഴം കിട്ടുന്നില്ല എന്ന് പരാതിയുണ്ട്. വിഴിഞ്ഞത്ത് ഇത് രണ്ടും ആവശ്യമില്ല. ഭാഗ്യവശാൽ നമുക്ക് ഇതൊന്നുമില്ലാതെ 10, 20, 24 മീറ്റർ ആഴം പ്രകൃതി തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. രാജ്യാന്തര കപ്പൽശാലിൽ നിന്നും കേവലം 18 കിലോമീറ്റർ മാത്രം അകലെയാണ് വിഴിഞ്ഞം. 50 കിലോമീറ്റർ മാത്രം അകലെ കൊളംബോ തുറമുഖം. ഇന്ത്യയിലേക്കുള്ള കണ്ടെയ്നറുകളും ഇപ്പോൾ കൊളംബോയെ ആശ്രയിക്കുന്ന മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കണ്ടെയ്നറുകളും മാറ്റിക്കയറ്റുന്ന ഹബ്ബായി വിഴിഞ്ഞം മാറുമെന്ന കാര്യം ഉറപ്പാണ്. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഡീപ്പ് ഡ്രാഫ്റ്റ് പോർട്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും വലിയ കപ്പലുകൾക്ക് അടുക്കാൻ പറ്റുന്ന തുറമുഖങ്ങൾ. അങ്ങനെ അടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വലിയ കപ്പലുകൾ അടുക്കാൻ പറ്റുന്ന ഒരു തുറമുഖം നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഒരു കോസ്റ്റൽ ജിയോമോർഫോളജി അഥവാ പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു തീരപ്രദേശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമതെന്ന് പറയുന്നത് അന്താരാഷ്ട്ര സീ ലൈൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഈസ്റ്റ് വെസ്റ്റ് കൊറിഡോർ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക കണക്ട് ചെയ്യുന്ന ഒരു സീ റൂട്ട് നമ്മുടെ ഈ വിഴിഞ്ഞത്ത് നിന്ന് ഏകദേശം 10 നോട്ടിക്കൽ മൈൽ അപ്പുറത്തൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ എത്താൻ വേണ്ടി നമുക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റും. അതിന് അധികം കോസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു എക്കണോമിക്കലി വളരെ വയബിൾ ആയിട്ടുള്ള ഒരു പോർട്ടായി മാറും. ലോകത്താകെയുള്ള ചരക്ക് നീക്കത്തിന്റെ 90% കടൽ വഴിയാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതിൽ 70% ഇന്ത്യക്ക് സമീപത്ത് കൂടിയാണെന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. തന്ത്രപ്രധാനമായ വിഴിഞ്ഞത്ത് ചരക്ക് നീക്കം യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യത്തിന് തന്നെ വലിയ സാമ്പത്തിക തൊഴിൽ സാധ്യതകളാണ് തുറന്നു കിട്ടുന്നത്. അതിലൂടെ നമ്മുടെ നാടിന്റെ സാമ്പത്തിക സ്ഥിതി തന്നെ മെച്ചപ്പെടുമെന്നാണ് വിദഗ്ധരുടെ പ്രതീക്ഷ. അല്ല, കേരള എക്കോണമി ഒരു മിറക്കിൾ സ്റ്റേറ്റ് ആണ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിൽ ഒന്നായി വിഴിഞ്ഞം തുറമുഖത്തെ നമുക്ക് കാണാവുന്നതാണ്. കാരണം ഈ ഒരു ബിഗ് പുഷ് ഇൻഫ്രാസ്ട്രക്ചറാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാവുന്ന സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച, തൊഴിലിൻ്റെ വളർച്ച, അതുപോലെ തന്നെ മൂല്യവർദ്ധിത വസ്തുക്കളുടെ കയറ്റുമതി ഇറക്കുമതി സാധ്യതകൾ, ഇതൊക്കെയാണ് നമ്മൾ ഇതിലൂടെ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേരള സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ആഗോളതലത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന്
ഇത് കൂടുതൽ സഹായകരമാകും. ട്രയലിന് ശേഷം ഇവിടെ ചരക്ക് നീക്കം തുടങ്ങുമ്പോൾ പ്രതിവർഷം 10 ലക്ഷം 20 ഫുട്ട് ഇക്വലന്റ് യൂണിറ്റ് ചരക്ക് കൈകാര്യം ചെയ്യാനുള്ള ശേഷി വിഴിഞ്ഞത്തിന് കൈവരുമെന്നാണ് കണക്കുകൂട്ടൽ. ഏകദേശം 10 ലക്ഷം കണ്ടെയ്നറുകളിലായി 1.5 കോടി ടൺ ചരക്ക് നീക്കാൻ കഴിയുന്നതോടെ നമ്മുടെ വ്യവസായ മേഖലയ്ക്ക് ചെറുതല്ലാത്ത ഉണർവുണ്ടാകും. കേരളത്തിന് അത് നൽകുന്ന പ്രതീക്ഷ വാനോളമാണ്. നേരിട്ടും അല്ലാതെയും ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന പദ്ധതി കൂടിയാണ് വിഴിഞ്ഞം. തുറമുഖം സജീവമാകുന്നതോടെ പ്രാദേശികമായ ജോലി സാധ്യതകൾക്കൊപ്പം പ്രദേശവാസികളുടെ ജീവിത നിലവാരത്തിലും ചെറുകിട വ്യവസായ രംഗത്തും ടൂറിസം രംഗത്തുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. വിഴിഞ്ഞത്തെ തുറമുഖത്തിനൊപ്പം ഒട്ടേറെ അനുബന്ധ വികസന പദ്ധതികൾക്കും സർക്കാർ തുടക്കമിട്ട് കഴിഞ്ഞു. ഔട്ടർ റിംഗ് റോഡ്, ദേശീയപാത വികസനം, റെയിൽ വികസനം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ തലസ്ഥാനത്തും സമീപ പ്രദേശങ്ങൾക്കും വലിയ സാധ്യതകൾ ഉറപ്പാക്കുകയാണ്. ഏകദേശം 60,000 കോടി രൂപ ചെലവഴിച്ചാണ് അനുബന്ധ പദ്ധതികൾ സംസ്ഥാനം നടപ്പിലാക്കുന്നത്. വിപുലമാക്കുന്ന റോഡുകളുടെ ഇരുവശത്തുമായി വ്യവസായ പാർക്കുകൾ, ടൗൺഷിപ്പുകൾ, വൈജ്ഞാനിക നഗരങ്ങൾ, ലോജിസ്റ്റിക് പാർക്കുകൾ എന്നിവ യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ റിംഗ് റോഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വെച്ചിട്ടുണ്ട്. ആ റിംഗ് റോഡ് എത്രയും പെട്ടെന്ന് ആരംഭിക്കുകയും അതിന്റെ ഇരുവശങ്ങളിൽ 2.5 കിലോമീറ്റർ തെക്കും പടിഞ്ഞാറുമായിട്ട് 5 കിലോമീറ്ററോളം വരുന്ന പ്രദേശം സ്പെഷ്യൽ ഇക്കണോമിക് സോണായിട്ട് ഗവൺമെന്റ് അനൗൺസ് ചെയ്താൽ 100 കണക്കിന് നിക്ഷേപകർ ഇപ്പോൾ വരാൻ തയ്യാറാണ്. തുറമുഖത്തിനോടനുബന്ധിച്ച് എത്തുമെന്ന് കരുതുന്ന ലോജിസ്റ്റിക് കമ്പനികൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ യുവജനങ്ങളുടെ തൊഴിൽ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നു. അഭ്യസ്ത വിദ്യർക്കൊപ്പം വെയർഹൌസ്, ട്രാൻസ്പോർട്ട്, കാർഗോ ക്ലിയറിംഗ് തുടങ്ങിയ മേഖലകളിലുള്ള വിദഗ്ധ തൊഴിലാളികൾക്കും തൊഴിൽ നൈപുണ്യമുള്ളവർക്കും വലിയ സാധ്യതകളാണ് വിഴിഞ്ഞം തുറന്നിടുന്നത്. ഈ രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും വളരെയധികം ഗുണം ചെയ്യുമെന്ന യാതൊരു സംശയമില്ല. ഇനി ഇന്ത്യയുടെ അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ കവാടമാണ് വിഴിഞ്ഞം. യൂറോപ്പ്, പേർഷ്യൻ, ഗൾഫ്, തെക്ക് കിഴക്കൻ ഏഷ്യ, ചൈന അടക്കമുള്ള കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവയെ ബന്ധിപ്പിക്കുന്ന കപ്പൽ പാതയാണ് വിഴിഞ്ഞത്തിലൂടെ നാം തുറന്നിടുന്നത്. അന്താരാഷ്ട്ര തുറമുഖ വ്യവസായ രംഗത്ത് ഇന്ത്യയുടെ പ്രാധാന്യവും കേരളത്തിന്റെ യശസ്സും ഉയർത്തുന്ന ഈ തുറമുഖം നമ്മുടെ സമ്പദ്ഘടനയിലും വികസനത്തിലും വൈകാതെ നിർണായക സ്ഥാനം തന്നെയാകും കൈവരിക്കുക.